നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നക്ഷത്രങ്ങളെ കുറിച്ചുള്ള റീഡിംഗ് ആണത്. 27 നക്ഷത്രം ഉണ്ട് നമുക്ക് അല്ലേ മലയാളം. അപ്പോൾ 27 നക്ഷത്രത്തിൻ്റെയും റീഡിംഗ് ഓരോ ദിവസമായിട്ട് സ്റ്റാർട്ടിങ് ഇന്ന് തൊട്ട് ഓരോ ദിവസമായിട്ട് ഞാൻ 27 നക്ഷത്രങ്ങളുടെയും ഇപ്പോൾ ഓഗസ്റ്റ് അല്ലേ, ഓഗസ്റ്റ് തൊട്ട് ഡിസംബർ 31 2024 31 വരെ എന്താണ് സിറ്റുവേഷൻ അതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല, അതെല്ലാവർക്കും അറിയുന്നതാണ്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർ താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോസ് എല്ലാം റെഗുലറായിട്ട് കാണുന്നവർക്കും കമൻറ്റ് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ലൈക്ക് ഷെയർ എല്ലാം ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് വന്ന് കാണുന്നവരും എല്ലാവർക്കും നന്ദി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല, ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ടാരോ റീഡിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാള് വെച്ചിട്ടുള്ള ടാരോ റീഡിംഗ് ആണ്, അല്ലാതെ നമ്മളുടെ ജനിച്ച നാള് ഇന്നത് അങ്ങനെ അതെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഞാൻ ടാരോ റീഡിംഗ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓറക്കിൾ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഓറക്കിൾ മെസ്സേജ് നോക്കാം, എന്താണ് നിങ്ങൾക്ക് ഉള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ആ മെസ്സേജ് വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മെസ്സേജ് വന്നത്, പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ടാരോ റീഡിങ്ങിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്, അത് എന്തുകൊണ്ടാണെന്ന് ടാരോനോട് തന്നെ ചോദിക്കാം. പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കണം, അതാണ് നോക്കാൻ പോകുന്നത്. അതും ടാരോ റീഡിങ്ങിനോട് ചോദിക്കാം. അപ്പോൾ അതൊരു ഗൈഡൻസ് പോലെയാണ് നെക്സ്റ്റ് ആക്ഷൻ വരുന്നത്, ടാരോ തരുന്നതാണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഭഗവാനേ, ഞാൻ ഇങ്ങനത്തെ ഒരു റീഡിങ് ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അശ്വതി നാളുകാർക്കുള്ള റീഡിംഗ് ആണ്. ഡിസംബർ 31 2024 വരെ ഉള്ള റീഡിംഗ് ആണ് ഇത്. എന്നുവെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ഇട്ടില്ലല്ലോ, ഓരോ നാൾ വെച്ചിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അശ്വതിക്ക് വേണ്ടി ഇതിൽ നിന്ന് അശ്വതി നക്ഷത്രക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഉള്ള റീഡിംഗ് ആണിത്. അപ്പോൾ ഭഗവാനെ, നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ എന്ത് എനർജിയിലാണ് ഇപ്പോൾ, ഇതാണ് നമ്മൾ നോക്കുന്നത്. എന്ത് എനർജിയാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ളത്. ഭഗവാനെ, ഓം നമഃ ശിവായ. ഇത്രയും കാഴ്ച വേണം. ഓൾറൈറ്റ്, നമുക്കെടുക്കാം. തരുന്നത് എടുക്കുക, ദൈവം യൂണിവേഴ്സ് ആരായാലും തരുന്നത് എടുക്കുക, അതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. സാക്രിഫൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സാധനം മറ്റുള്ളവർക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അത് സാക്രിഫൈസ് ചെയ്യണം. നിങ്ങളുടെയും നിങ്ങളുടെ കൂടെയുള്ളവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് അതാ പറയുന്നത്. പിന്നെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ചേഞ്ച് ഓഫ് പ്ലേസ് ആണ്, ഒരു സ്ഥലം മാറ്റം. അത് എഡ്യൂക്കേഷൻ വൈസ് ചിലപ്പോൾ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്ന കുട്ടികളായിരിക്കാം, അതല്ലെങ്കിൽ കോളേജ് മാറുക, സ്കൂള് മാറുക, പിന്നെ ജോലി സ്ഥലം മാറുക, വീട് മാറുക. അപ്പോൾ എന്തോ ഒരു ചേഞ്ച് ഓഫ് പ്ലേസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളത് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അതിനെക്കുറിച്ച്, പക്ഷെ എന്നാലും ഒരു ശ്രദ്ധിച്ച് വേണം പോകാൻ എന്നാണ് പറയുന്നത്. പിന്നെ ഒരു വഴിത്തിരിവിലാണ് ആരൊക്കെയോ. അപ്പോൾ ശരിക്കുള്ള വഴി തിരഞ്ഞെടുക്കാനായിട്ട് ദൈവത്തിൻ്റെ സഹായം ആവശ്യപ്പെടുക, അനുഗ്രഹം ആവശ്യപ്പെടുക. ചിലർ എന്തോ തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങാൻ കുറേ നാളുകളായിട്ട് ഇങ്ങനെ തുടങ്ങണോ വേണ്ടയോ തടസ്സങ്ങളെല്ലാം ഉണ്ടായിട്ട് അങ്ങനെ നിൽക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഫ്രഷ് ബിഗിനിങ്ങിന് തുടങ്ങാം നിങ്ങൾക്ക്. കാരണം ലോർഡ് ഗണേശ നിങ്ങളുടെ മുമ്പിലുള്ള വിഘ്നങ്ങളെല്ലാം മാറ്റി തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കുണ്ടലിനി യോഗ. അപ്പം നിങ്ങളുടെ 7 ചക്രാസിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കുണ്ടലിനി യോഗ ചെയ്തിട്ട് അത് യൂട്യൂബിൽ കാണാൻ പറ്റും നമുക്ക്. ആ 7 ചക്രാസിലുള്ള ബ്ലോക്കേജ് മാറിക്കഴിഞ്ഞാൽ അത് സ്പിരിച്വലി, ഫിസിക്കലി, മെറ്റീരിയലി നിങ്ങൾക്ക് നല്ലതേ വരുത്തുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഡിവൈൻ ടൈമിങ്. അപ്പോൾ നിങ്ങൾ ഡിവൈൻ ടൈമിങ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിലേക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ തീരുമാനം ആയിക്കോട്ടെ എന്ന് മാറ്റിവെച്ച കാര്യങ്ങൾ ചിലപ്പോൾ അത് നടക്കാൻ വഴിയുണ്ട്. പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ മിറാക്കുലസ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസസ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നടക്കാൻ ഇടയുണ്ട്. കാരണം നിങ്ങൾ ഡിവൈൻ ടൈമിങ് തുടങ്ങി. ഇത് എല്ലാവരുടെയും അല്ല. ഓരോ റീഡിങ് കാണുമ്പോൾ, ഓരോ കാർഡ്സ് കാണുമ്പോൾ ഇത് കുറേ പേരുടെ ഇതാണ്. മെഡിറ്റേഷൻ, ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. ചിലപ്പോൾ നമ്മൾ എന്താണെന്ന് അറിയാതിരിക്കുന്നവർ, ഈ എന്താ പറയുക, നമ്മൾ എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ എന്താ പറയുക,
ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിവില്ല, പക്ഷെ നമ്മൾ അന്ധമായിട്ട് അത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും, നടക്കുന്നില്ല, നടക്കുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് നമ്മളെന്ന് അറിയുക. അത് കഴിഞ്ഞിട്ട് ജീവിതം മുമ്പോട്ട് സുഖകരമായിരിക്കും. പിന്നെ എംബ്രേസിങ് ദ റെലം ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ലൈഫ് പാർട്ട്ണർ ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം. അപ്പോൾ അവരോട് നന്നായിട്ട് പെരുമാറുക, അവരുടെ അഡ്വൈസ് ഒക്കെ മേടിക്കുന്നതിന് ഒരു തെറ്റുമില്ല എന്നാണ്. ചില സമയത്ത് നമ്മൾ അവൾക്ക് എന്തറിയാം അല്ലെങ്കിൽ അയാൾക്ക് എന്തറിയാം, എൻ്റെ എക്സ്പീരിയൻസ് അയാൾക്ക് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റേ ആളെ തട്ടി മാറ്റും. അത് ശരിയല്ല കേട്ടോ. അപ്പോൾ അതാണ് ഒരു കാർഡ് കാണിക്കുന്നത്. പിന്നെയുള്ളത് ഭോലേനാഥ്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പൊളൈറ്റായിട്ട് സംസാരിക്കുക കേട്ടോ. നിങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പം നോ ആണ്, എനിക്ക് പറ്റില്ല ചെയ്യാൻ കേട്ടോ എന്ന് പറയുന്നത്, പറ്റില്ല എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അവർക്കും ദേഷ്യം വരില്ല, മനസ്സിലായി? അവരും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ പറഞ്ഞത് എന്ന് മനസ്സിലാക്കും. അതല്ല ദേഷ്യത്തിൽ അവളുടെ ഒരു അഹങ്കാരം അല്ല അവൻ്റെ ഒരു അഹങ്കാരം പറ്റില്ല എന്ന് പറഞ്ഞു. അത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ടോണൊന്ന് ശരിയാക്കുക. പിന്നെ ഗുഡ് ഫോർച്യൂൺ, നിങ്ങളെ നല്ല ഒരു ഭാവി കാത്തിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയുമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വന്ന ഓറക്കിൾ മെസ്സേജസ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മെസ്സേജസ് വന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾ എന്ത് എനർജിയിലാണ്? നിങ്ങൾ ഓരോരുത്തരും ഓരോ എനർജിയിലാണ്. എല്ലാത്തിനും വേണ്ടി നമുക്ക് കാർഡ്സ് അധികം എടുക്കാൻ പറ്റില്ല. എന്നാലും അശ്വതി നക്ഷത്രക്കാരുടെ എനർജി നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഞാൻ 3 കാർഡാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ, 3 എണ്ണം. അപ്പോൾ 3 തരം അശ്വതി, എല്ലാവരുടെയും കുറേ പേരെ നമുക്ക് നോക്കാൻ പറ്റില്ല. 2, 3 അശ്വതി നാളുകാരുടെ കാർഡ്സാണ് എനിക്കിവിടെ കിട്ടിയേക്കുന്നത്. അവരുടെ ഓവറോൾ എനർജി. ഒരു ഗ്രൂപ്പ് 6 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. 6 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിക്ടറി. നമ്മൾ കുറേ നാൾ പരിശ്രമിച്ച് എന്നിട്ട് അവസാനം നമ്മൾക്കൊരു സക്സസ് വരുന്നതാണ്. ഇവിടെ അത് സക്സസ് വന്നിട്ടില്ല. അപ്പോൾ അതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആള് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അതിനാണ് നമ്മളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്നൊരു ഓറക്കിൾ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കുറിച്ച് നമുക്ക് മനസ്സിലാവാൻ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മനസ്സിലായി. ഈ കുടം കമഴ്ത്തി കുടത്തിന് മുകളിൽ വെള്ളമൊഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ചെയ്യണം, ഞാൻ ചെയ്തു, മനസ്സിലായി. ഇപ്പം നമ്മൾ ഒരാളോട് ഒരു ഫാൻ ഓൺ ചെയ്യാൻ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു, ഫാൻ ഓൺ ചെയ്യാൻ പറഞ്ഞു. അയാൾ ചെന്ന് ഫാൻ ഓൺ ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്തു, ഫാൻ കറങ്ങുന്നില്ല, അത് അയാളെ ബോദർ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ഫാൻ ഓൺ ചെയ്യാൻ പറഞ്ഞു, ഞാൻ ഓൺ ചെയ്തു, പക്ഷെ അതുകൊണ്ട് എന്ത് ഗുണമുണ്ട്? അതാണ് കുടം കമഴ്ത്തി കുടത്തിന് മുകളിൽ ഒരു ഗുണവുമില്ല. ആക്ഷൻ നടന്നു, പക്ഷെ അതിന് റിസൾട്ട് ഒന്നുമില്ല. അപ്പം അങ്ങനെ, അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ചെയ്യുന്ന കാര്യം ഒരേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യാതെ വരുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടാതിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈഗോ മാറ്റി വെക്കുക. നമ്മളുടെ ഈഗോ ഉള്ളപ്പോഴത്തേക്കും മറ്റുള്ളവർ പറയുന്ന അഡ്വൈസ് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. ഇവിടെയാണ് സ്പൗസിൻ്റെ ഒരു കാർഡും കൂടെ കാണിച്ചില്ലേ? നിങ്ങളുടെ സോൾമേറ്റ് പറയുന്നത് നമ്മൾ കേൾക്കാനായിട്ടുള്ള ഒരു ചെവി കൊടുക്കുക അവർക്കും കൂടെ. എല്ലാവർക്കും കഴിവുകളുണ്ട്, എല്ലാവർക്കും അറിവുണ്ട്. ചിലരുടെ അറിവ് ചിലതിനോട് മാച്ച് ചെയ്യില്ല, അത്രയേ ഉള്ളൂ. അറിവില്ലാത്തവരായിട്ട് ലോകത്ത് ആരുമില്ല. ഒരു ചെറിയ കാര്യം പോലും ഒരു പിന്നുകൊണ്ട് നമുക്കൊരു കുഞ്ഞു വാവയോട് നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ അധികം ഇപ്പോൾ 1ാം ക്ലാസ്സുകാരനായ ഒരു മകൻ കുഞ്ഞു വാവയോട് സംസാരിക്കുമ്പോൾ അവന് അറിവുണ്ട്. അതെങ്ങനെ അറിയാം? കുഞ്ഞു വാവയ്ക്ക് അത്രയും അറിവില്ല. അപ്പോൾ കുഞ്ഞു വാവയോട് നീ അത് തീയിൽ തൊടല്ലേ പൊള്ളും എന്ന് മൂത്തവന് അറിയാം. അത് അവൻ്റെ അറിവാണ്. അപ്പോൾ എത്ര ചെറുതാണെങ്കിലും അറിവ് തന്നെയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ കൂടുതൽ പ്രായം കൂടുന്തോറും നമ്മൾക്ക് അറിവ് കൂടും, മനസ്സിലായി? ചിലപ്പോൾ നമുക്ക് ഉപയോഗമില്ലാത്ത അറിവുകളും നമ്മളിൽ വന്നു ചേരാറുണ്ട്. പക്ഷെ നമ്മൾക്ക് ഉപയോഗമില്ലാത്ത അറിവുകൾ മറ്റുള്ളവർക്ക് ഉപയോഗമുണ്ടാകാം. അപ്പോൾ ഉള്ളിൽ വെക്കേണ്ട, നമ്മളുടെ അറിവുകൾ പറയുക. ആവശ്യപ്പെടുകയാണെങ്കിൽ, അറിയുന്ന കാര്യമാണെങ്കിൽ പറയുക. അതാണ്. അപ്പോൾ ഇവിടെ ഒരാൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ ഒരു കാര്യം അത്രയും പാഷനറ്റ് ആയിട്ട്, ഇപ്പോൾ എനിക്ക് ടാരോ റീഡിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ടാരോ റീഡിങ് ചെയ്യുമ്പോൾ ഓരോ ദിവസവും എനിക്ക് ചെയ്യാൻ തോന്നും, കാരണം എനിക്കിഷ്ടമാണ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഇനിയും പോകണം ഓഫീസിൽ എന്നൊരു ചിന്ത വരും. അങ്ങനെ പാടില്ല. അപ്പം നമ്മൾ എന്ത് പറ്റും? അപ്പം നമ്മൾക്കൊരു പാഷനില്ല ജോലിയിൽ. അപ്പം നമ്മൾ എന്തെങ്കിലും ആവട്ടെ, ചെയ്യാനുള്ള ചെയ്യാം,
മനസ്സിലായോ? ആ ഒരു ഇത് വരുമ്പോഴാണ് സക്സസ് ഇല്ലാതാവുന്നത്. ഹാർഡ് വർക്കും പാഷനുമായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് റിസൾട്ട് വരിക. പിന്നെ ദൈവാധീനം നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ സൈഡിൽ നിന്ന് 100%, ഓക്കെ 50% നിന്ന് ദൈവത്തിന് പാതി എന്ന് പറയുന്നത്. നമ്മൾ 100% ചെയ്താൽ ദൈവത്തിൻ്റെ 100% ചെയ്യും. അവിടെയാണ് നമ്മളുടെ കാര്യം. പിന്നെ നമ്മളൊരു കാര്യം ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് നടക്കുമെന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിക്കണം. അതെനിക്ക് വേണം, അത് കൂടിയേ തീരുള്ളൂ, അത് ഇല്ലാണ്ട് പറ്റില്ല എന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായോ? പ്രത്യേകിച്ച് ശിവഭഗവാന്റെ കോൺസെപ്റ്റ്, നമ്മൾ ഓരോ ദൈവത്തിൻ്റെയും ഓരോ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് അവരോട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാവും. ശിവഭഗവാനോട് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ശിവഭഗവാൻ ഒരു അച്ഛനാണ് അല്ലേ? എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയ ഒരാളാണ്, സന്യാസിയാണ്, ജ്ഞാനമുള്ള ആളാണ്. സന്യാസി സീരിയസ്, ചിരിക്കുന്നത് പോലും കാണാറില്ല. എനിക്കറിയില്ല ചിരിക്കാറുണ്ടോയെന്ന്, ഞാൻ കണ്ടിട്ടില്ല ഭഗവാനെ. എന്നാലും എൻ്റെ ഒരു ഇതിൽ ദൈവം ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരും. പെട്ടെന്ന് ദേഷ്യം വരുന്നല്ല, ഭയങ്കരമായിട്ട് ശിവഭഗവാനെ സ്നേഹിക്കുന്നവരെ ഉപദ്രവിച്ച ശിവഭഗവാന് ഭയങ്കര ദേഷ്യം വരും. അങ്ങനെയാണ് താണ്ഡവം വരുന്നത്. മനസ്സിലായി? ഭൂമി പോലും നശിപ്പിച്ചോളെ. പിന്നെ കണ്ണ് കണ്ടുകൂടാ, അത്ര ദേഷ്യം വരുന്ന ഒരാളാണ്. അപ്പം അത്രയും ക്ഷമയും അത്രയും ദേഷ്യം വരുന്ന ഒരു എനർജിയാണ്. അപ്പം നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കുക, നമ്മൾ പറയുന്ന കാര്യം കൃത്യമായിട്ട് പറയുക. ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുന്ന പോലെ, ശ്രീകൃഷ്ണ ഭഗവാൻ കുറച്ച് തമാശയുള്ള ആളാണ്. നമ്മൾ കള്ളത്തരം ചെയ്താലും അറിഞ്ഞുകൊണ്ട് നമ്മൾ കള്ളത്തരം ചെയ്യാണ്, നമ്മൾ തുല്യന്ന് സഹായം അഭ്യർത്ഥിച്ചിട്ട് കള്ളത്തരം ചെയ്ത് കണ്ണൻ കൂട്ടു നിൽക്കും. കണ്ണൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ചെറുപ്പത്തിലെ വെണ്ണം മോഷ്ടിച്ചത്, അതൊന്നും വലിയ കാര്യമല്ല കണ്ണന്. ശിവഭഗവാൻ അങ്ങനെയല്ല. നമ്മൾ അച്ഛന്മാരെങ്ങനെയാണ്? നമ്മളൊരു പെൻസിൽ മോഷ്ടിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കുന്നത്. അപ്പോൾ ശിവഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരിടത്തുണ്ട്. ദേവിമാരോടും വേറെ, അവരെയോടും സൂക്ഷിച്ച് നമ്മൾ പെരുമാറണം. മനസ്സിലാവണ്ടോ? സർപ്പങ്ങളോട് വേറെ. ഞാൻ ഹിന്ദുക്കളുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ ദൈവങ്ങളും. അള്ളാഹുവിനോട് നമ്മൾക്ക് കയറിയിട്ട് കളിതമാശ പറയാൻ തോന്നില്ല. കാരണം അങ്ങനെയാണ്. ഭയങ്കരമായിട്ടുള്ള അള്ളാഹു നേരിട്ട് നമ്മളോട് സംസാരിക്കില്ല എന്നാണ് പറയുന്നത്. നബിയുടെ വഴിയാണ് സംസാരിക്കുക. അല്ലയോ നബിയെ നീ പറയുക എന്നാണ് പറയുന്നത്. അല്ലാതെ അള്ളാഹു മനുഷ്യരോട് നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നില്ല. ഖുറാനിലാണെങ്കിലും എല്ലാവരും. ഇസ്ലാമിൽ അങ്ങനെയാണ്. യേശുക്രിസ്തു ദൈവമല്ല, ദൈവപുത്രനാണ്. യഹോവ യേശുക്രിസ്തു വഴിയാണ് കാര്യങ്ങൾ നടത്തിയിരുന്നത്. എന്നുവെച്ചാൽ യേശുക്രിസ്തുവാണ് യഹോവയുടെ ശക്തി നമ്മളെ കാണിച്ചു തന്നത്. അപ്പോൾ ഓരോ ക്യാരക്ടർ, ദൈവത്തിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് വേണം നമ്മൾ പെരുമാറാൻ, പ്രാർത്ഥിക്കാൻ എന്ന് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ഒരു ഇതാണ്. അറിവ് ശരിയാവണോ തെറ്റാവണോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ശിവഭഗവാനോട് തോന്നുമ്പോൾ നമ്മൾ വളരെ ക്ലിയർ കട്ടായിട്ട് കാര്യം പറയുക, വളരെ ഭക്തിയോട് പെരുമാറുക. ഒരു കൂട്ടുകാരനോട് പെരുമാറുന്ന പോലെ ശിവഭഗവാനോടും വിഷ്ണുവിനോടും കണ്ണനോടും പെരുമാറാൻ പറ്റും. പക്ഷേ ശിവഭഗവാനോടത് പറ്റില്ല. മനസ്സിലാവണം? ഭയങ്കര സീരിയസ് ആയ ക്യാരക്ടറാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഇവിടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ, അപ്പോൾ ദൈവാധീനം കുറഞ്ഞ ആൾക്കാരായിരിക്കും, ദൈവവിശ്വാസം ചിലപ്പോൾ ഇല്ലാത്തവരായിരിക്കും. കാരണം ഞാനാണ് എല്ലാം നടത്തുന്നത് എന്നൊരു ചിന്തയുള്ള കുറച്ച് പേര്. അത് റിവേഴ്സാണ് വന്നത്. ഈ ഈഗോ വരുമ്പോൾ രാവണന് ഈഗോ ആണ് വന്നത്. അതാണ് നാശത്തിൽ. അറിവില്ലാത്ത ആളല്ല. പക്ഷെ അത്രയും അറിവുള്ള ആളും ഈഗോ വന്നപ്പോഴാണ് ഞാനാണ് ദൈവത്തിനേക്കാൾ ഉപരിയാണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് രാവണൻ്റെ അവസാനമായത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ. പിന്നെ പക്ഷേ ഈഗോ കൂടുന്തോറും നമുക്ക് പുറമേ ഈഗോ കാണിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ കോൺഫിഡൻസ് കുറവായിരിക്കും. അപ്പോൾ ഇതൊരു നെഗറ്റീവ് ഇതായിട്ടാണ് വന്നേക്കുന്നത്. റിക്കവറി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല. നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്തു ഞാൻ, പക്ഷേ എനിക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന കുറേ പേരിവിടെ ഉണ്ട്. അത് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നില്ല. ഇവിടെയാണ് ഡെഡിക്കേഷൻ വേണ്ടത്. രണ്ടാമത്തെ ആൾക്കാർ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. രണ്ടാമത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം കിട്ടിയാലും അതിന് വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളത് പ്രാവർത്തികമാക്കില്ല. കാരണം പേജാണ്, കുറച്ച് ഇമ്മച്യൂർഡ് എനർജിയാണ്. പക്ഷേ പുതിയ കാര്യങ്ങൾ തുടങ്ങണമെന്നുണ്ട്, അതിൻ്റേതായ ഐഡിയാസ് മനസ്സിലുണ്ട്, തുടങ്ങിയിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ലോർഡ് ഗണേശയുടെ ഞാൻ എല്ലാ വഴിയും തുറന്ന് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഫ്രഷ് സ്റ്റാർട്ട് തുടങ്ങാമെന്ന് പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് റെസനേറ്റ് ചെയ്യുക, അതുപോലെ എടുക്കുക. പിന്നെയുള്ളത് സ്റ്റാറാണ്. ചിലർ പ്രശസ്തിയുള്ള ആളുകളാണ്, വളരെ ഫേമസ് ആയ ആളുകളാണ്. ഇവരുടെ ഉള്ളിൽ ഇവർ ഭയങ്കര ഹോപ്പ് എന്ന് വെച്ചാൽ ഓപ്റ്റിമിസം, എന്താണ് പറയുന്നത്, ശുഭാപ്തി വിശ്വാസമുള്ള ആളുകളാണ് കേട്ടോ. അപ്പോൾ വളരെ ദൃഢനിശ്ചയത്തോടെ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനൊക്കെ മുമ്പോട്ട് പോകുന്നത് വളരെ സ്പിരിച്വലാണ്.
പിന്നെ അങ്ങനത്തെ കുറച്ച് യങ് എനർജി ഉള്ളിൽ വെക്കുന്ന ആളുകളാണ്. ഇനി നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഓറക്കിൾ മെസ്സേജസ് വന്നതെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ 3 തരം ആൾക്കാരെ നമ്മൾ കണ്ടു. എപ്പോഴും ഉള്ളതാണ് ടെമ്പറൻസ് സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. തിരിച്ചു വെച്ചപ്പോൾ പിന്നെയും ഓക്കെ, അത് വരേണ്ടതാണ് അങ്ങനെ, സോറി. അപ്പോൾ ടെമ്പറൻസും ഈ പേജ് ഓഫ് വാൻസും പേജ് ഓഫ് പെൻറ്റക്കിൾസും ആണ് ഇവിടെ പിന്നെയും വന്നിരിക്കുന്നത്. റിവേഴ്സാണ്. ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വേണ്ട റിസർച്ചും പ്ലാനിങ്ങും ഈ ഫസ്റ്റ് നമ്മൾ എടുത്തില്ലേ 6 ഓഫ് വാൻസ് റിവേഴ്സ് വന്നവരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ലൈഫിൽ കുറച്ച് ബാലൻസ് കൊണ്ടുവരണം, മനസ്സിലാവുണ്ടോ? കുറച്ച് എളിമ കൊണ്ടുവരിക, കുറച്ച് ബാലൻസ് കൊണ്ടുവരിക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് റിസർച്ച് ചെയ്യുക. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിക്ടറി കിട്ടാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയില്ല. ഒന്നാമത് ട്രെയിനിങ് കിട്ടി, പക്ഷെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് നമുക്ക് അറിയണ്ടേ. കുറേ എന്താ പറയുക ആചാരങ്ങൾ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ പറയുകയാണ്. കുറേ ആചാരങ്ങൾ നമ്മൾ ഓഫീസുകളിലാണ്, ആചാരം ഒരു സൈഡിൽ, ഓഫീസുകളിലാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുന്നത്. എന്താണ് ചെയ്യുന്നത്, എന്തിനാണ്, ഇതെന്ത് റിസൾട്ടാണ് തരുന്നതെന്ന് അറിയാതെ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് കൺസർവേറ്റീവായിട്ടുള്ള പണ്ട് തൊട്ടേ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം. സമയം മാറി, കാലം മാറി, അപ്പോൾ അതിനനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസം, മോഡിഫിക്കേഷൻ വരുത്തണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ റിസർച്ച് ചെയ്യണം. ഒരു കാര്യം എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, ഇത് ഞാനിത് ചെയ്താലുള്ള നല്ലത് എന്താണ്, ഭവിഷ്യത്ത് എന്താണ്, ഇതൊക്കെ ഞാൻ പഠിച്ചിട്ട് വേണം ഒരു ബിസിനസ്സിലേക്ക്, ഒരു ജോലിയിലേക്ക് ഇറങ്ങാനായിട്ട്. എന്നാലേ എനിക്ക് റിസൾട്ട് കിട്ടുള്ളൂ. കാലം മാറി, കോമ്പറ്റീഷൻ കൂടി. അപ്പോൾ ഇത് ചെയ്യണം, അതിനാണ് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് ചെയ്തിട്ട് അത് പ്ലാനിങ് ഉണ്ടാക്കണം. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഓറക്കിൾ മെസ്സേജ് ചിലതെങ്കിലും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് ഇല്ലായ്മ, ഒരു ഏഞ്ചലാണ് ഈ ബാലൻസ് കൊണ്ടുവരാൻ നോക്കുന്നത്. നമ്മളൊന്ന് അളന്ന് തൂക്കിയിട്ട് ഓക്കെ ഇത് നമ്മളെ തന്നെ അറിയണം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഞാൻ അറിയണം എന്നെക്കുറിച്ച്. അപ്പോൾ ഞാൻ ഇവിടെ സംസാരത്തിൻ്റെ പ്രശ്നമാണോ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രശ്നമാണോ എന്ന് അറിയണം. എന്നിട്ട് വേണം ഞാൻ രണ്ടാമത് തുടങ്ങാനുള്ള വഴിയെല്ലാം തെളിഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞിട്ട് അതിന് വേണ്ട ചേഞ്ചസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം എന്ത് ചേഞ്ചസ് ആണെന്ന്. ചെയ്തിട്ട് മുമ്പോട്ട് പോയാൽ സക്സസ്ഫുൾ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് അശ്വതി നാളുകാരെ നോക്കാം. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഏസ് ഓഫ് വാൻസ് ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അതിലൊരു വിക്ടറി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇത് രണ്ടാമത്തെ ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പിന്നെയും ഒരു ചാൻസ് ഉണ്ട് വിക്ടറി കിട്ടാൻ വേണ്ടി. കാരണം നിങ്ങൾ ഭയങ്കര പാഷനറ്റ് ആയിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. രണ്ടാമത്തത് നിങ്ങൾ റിസർച്ച് ചെയ്തും തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് മുമ്പുള്ള റിസർച്ച് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യും. കാരണം നിങ്ങളുടെ ഗോളുണ്ട്, എനിക്കിത് അച്ചീവ് ചെയ്തേ പറ്റുള്ളൂ, എനിക്ക് ഇങ്ങോട്ടും നോക്കാൻ പറ്റില്ല, ഇതാണ് എൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോവാണ് ഫുൾ പാഷനോട് കൂടി. പിന്നെ ഞാനിത് റിസർച്ച് ചെയ്യണം, ഞാൻ ഇതിൻ്റെ വരായ്കൾ, ഇത് എങ്ങനെ ചെയ്യണം, ആർക്കൊക്കെ സക്സസ് ആയിട്ടുണ്ട് അവരോടൊക്കെ പോയി സംസാരിക്കുക, ആരാണ് ഫെയിലിയർ ആയിരിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഫെയിലിയർ ആയത്, ഇതെല്ലാം റിസർച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് എനർജീസാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വലിയ പ്രശ്നമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റാറിലേക്കാണ് പോകുന്നത്. ചിലപ്പോൾ ഇത് ഓൾറെഡി ഇതെല്ലാം ചെയ്ത് സക്സസ്ഫുൾ ആയ കുറച്ച് പേരായിരിക്കാം. ശുഭാപ്തി വിശ്വാസമുള്ള, എപ്പോഴും മുമ്പോട്ട് പോകുന്ന എന്നാഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ. ഇവിടെ ലവേഴ്സിനെ കാണിക്കുന്നുണ്ട്. ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും ഒരുപോലെ, മനസ്സിലായി. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, ഇപ്പോൾ ലവേഴ്സാണ്, നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ കാണിച്ചു, നിങ്ങളുടെ സോൾമേറ്റുമായിട്ട് അഡ്വൈസ് നിങ്ങൾക്ക് എടുക്കാം, അവരായിട്ട് ചർച്ച ചെയ്യാം, മനസ്സിലായോ. അപ്പം നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാവേണ്ടത്, ഭർത്താവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടെയുള്ള ആൾ ചെയ്യുന്ന ജോലി നമുക്കും കൂടി ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. അപ്പം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ നിനക്ക് എന്തറിയാം, മനസ്സിലായി, അങ്ങനെയല്ല പറയേണ്ടത്. ചിലർക്ക് ടെക്നിക്കലി ഭയങ്കര നോളജ് ഉള്ള ആളുകളായിരിക്കും, വിദ്യാഭ്യാസം കുറവാണെങ്കിലും എക്സ്പീരിയൻസ്, നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ അറിഞ്ഞ് പലരോടും, സ്ത്രീകൾ പ്രത്യേകിച്ച് പലരോട് സംസാരിക്കും, ആണുങ്ങൾ പലരോട് സംസാരിക്കും. അവരുടെ എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിലും മറ്റുള്ളവർ അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞ ആ മെമ്മറി ഇവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇവർ നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ പ്രാപ്തരായിരിക്കും. കാരണം ആ ചേട്ടൻ ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഈ ചേച്ചി ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി.
അപ്പോൾ നമ്മൾ വ്യത്യാസം വന്ന് ചെയ്തു പോകണ്ടേ. അപ്പോൾ രണ്ടുപേര് ചർച്ച ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വാസ്റ്റ് ആവും, ചർച്ചയുടെ അറിവുകൾ കൂടുതലാവും. അങ്ങനെ ഒരു അപ്പം അങ്ങനത്തെ കുറച്ച് ചെയ്തിട്ടുള്ളവരാണ് ഇവിടെ. പിന്നെ സമയത്ത് ഡിസിഷൻ എടുത്തവരാണ്. ടു ഓഫ് വേർഡ്സ് ആണ്. ആ സമയത്ത് വേണ്ട സമയത്ത് ഡിസിഷൻ എടുത്തവരാണ്. അതുപോലെ തന്നെ നമ്മളെ കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ചിട്ടുള്ള ആളുകളാണ് ഇവർ. ഇതാണ് ഇവരുടെ പോസിറ്റീവ് എനർജിയാണ്. ഇവർ സക്സസ്ഫുൾ ആയവരാണ് ഒരു ഗ്രൂപ്പ്, മനസ്സിലായോ? അതുപോലെ തന്നെ ആൾക്കാരെ ചേർത്ത് പിടിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ചീത്ത സമയത്ത്, നമ്മുടെ തുടക്ക സമയത്ത് നമ്മൾക്ക് വളരെ അധികം ഹെൽപ്പ് ചെയ്ത ആൾക്കാരെ നമ്മൾ സക്സസ് ആകുമ്പോൾ ഇവർ തഴഞ്ഞില്ല. അവരെ കൂടെ ചേർത്തിട്ടാണ് അവർ നമ്മളുടെ നല്ല കാലത്തും ചീത്ത കാലത്തും നമ്മുടെ കൂടെ ഉള്ളവരാണെന്ന് ആ ഒരു ചിന്തയുള്ള ആളുകളാണ് ഇവിടെ, കേട്ടോ. അപ്പോൾ അതുപോലെ ഡിസിഷൻസ് കറക്റ്റ് സമയത്ത് എടുക്കുന്ന ആളുകളാണ്, ഡിലേ ചെയ്യാറില്ല. അങ്ങനത്തെ കുറച്ച് ആളുകളാണ്. ടു ഓഫ് വേർഡ്സ് ആണ്. ടു ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ചോയ്സ് എടുക്കുക, ഡിസിഷൻ എടുക്കുക. എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും അതിന് ധൈര്യപൂർവ്വം ഡിസിഷൻ എടുക്കുന്ന, അതൊക്കെ റിസർച്ചൊക്കെ അവിടെ നടന്ന് കഴിഞ്ഞു, മനസ്സിലായോ? അങ്ങനത്തെ കുറച്ച് ആളുകളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഓറക്കൽ മെസ്സേജും അതെന്തുകൊണ്ടാണ് ഈ ഓറക്കൽ മെസ്സേജസ് വന്നതെന്നും അതിൻ്റെ ക്ലാരിഫിക്കേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ജെമിനായ്, അക്വാരിയസ്, പിന്നെ സോഡിയാക് സൈൻസ് സാജിറ്റേറിയസ്, ഇത്രയുമാണ് സോഡിയാക് സൈൻസ്. ഇനി ഞാൻ പോകാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഇത് നിങ്ങളുടെ എനർജിയാണ്. ഇനി ഇപ്പം എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് അതാണ് നോക്കുന്നത്. അശ്വതി നാളുകാരുടെ ലൈഫിൽ ഇപ്പം എന്താണ് നടക്കുന്നത് അതാണ് നമ്മൾ നോക്കുന്നത്. കിങ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. എല്ലാം റിവേഴ്സ് അല്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. കിങ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആ ഗ്രൂപ്പിൻ്റെ കൂടെ. പിന്നെ ഇവിടെ 7 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഇവിടെ എംപറർ റിവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. കിങ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക, കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇങ്ങനെ ഇൻ്റലക്ച്വൽ കഴിവുള്ള ഒരാളാണ്. ഇൻ്റലക്ച്വൽ കഴിവ് മാത്രമല്ല, തലകൊണ്ട് ചിന്തിക്കുന്ന ആൾ കൂടാതെ ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ മടിയില്ലാത്ത ആളാണ്. എന്നുവെച്ചാൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനത് നിങ്ങളോട് തുറന്നു പറയും. ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യോ എന്നൊന്നും ചിന്തിക്കാതെ വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിവിടെ റിവേഴ്സാണ് വന്നേക്കുന്നത്. റിവേഴ്സ് വരുമ്പോൾ എന്ത് പറയും ഈ പേഴ്സണ് ഇമോഷണൽ. അപ്പോൾ ഇവർ തലകൊണ്ട് ചിന്തിക്കുന്നവരാണ്, അപ്പോൾ ഇമോഷണൽ അല്ല. പക്ഷേ ഇത് റിവേഴ്സ് വന്നേക്കുന്നതുകൊണ്ട് ഇവിടെ ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്തൊരു എനർജിയാണ്. ഭയങ്കരമായിട്ട് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക, നമ്മളുടെ തെറ്റുകൾ, നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ മറ്റുള്ളവരുടെ മുതുകത്ത് വെച്ചിട്ട് പതുക്കെ മുങ്ങുന്ന ഒരു എനർജിയാണിത്. കുറച്ച് വീക്കായ ക്യാരക്ടറാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതൊരു ക്യാരക്ടർ. പിന്നെ ഇവിടെ 7 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. 7 ഓഫ് കപ്സ് അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻസ്, ചോയ്സ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആണ് കാണിക്കുന്നത്. ഇത് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ പേഴ്സണൽ വാല്യൂസ് അറിയുന്ന ഒരു എനർജിയാണ്. അറിയണം, അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നല്ലേ നോക്കുന്നത്, എന്താണ് നടക്കുന്നതെന്ന് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ വിശദമായിട്ടൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ കൺഫ്യൂഷൻ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു സിറ്റുവേഷനിലേക്ക് ചെന്നെത്താൻ പോവുകയാണ്, കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കുറേ ഓപ്ഷൻസ്, ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടി, അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ പെട്ടെന്ന് അത് കിട്ടുമ്പോൾ നമ്മളൊന്ന് ഞെട്ടി, അയ്യോ ഇതെന്ത് ചെയ്യും, ഇതിനെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകണം, എന്ത് ചെയ്യണം. ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ല. പിന്നെ നമ്മൾ പതുക്കെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പഠിച്ച് നമ്മൾക്ക് കോൺഫിഡൻസ് കൂടി വരികയാണ്. അതാണ് ഈ എനർജി. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷനിൽ നിന്ന് ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. അതാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടക്കുന്നത്. എംപറർ റിവേഴ്സ്. എംപറർ അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫാദർ ഫിഗറാണ്. എല്ലാവരും അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു എനർജിയാണ്. പക്ഷേ ചില സമയത്ത് എംപറേഴ്സ് കൺട്രോളിങ് എനർജി ആയിട്ട് വരും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ സോളായിട്ടൊരു കമ്പനി തുടങ്ങി. അത് എൻ്റെ കമ്പനിയാണ്, എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെയാണ്, അല്ലേ? അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, മറ്റുള്ളവരുടെ അഡ്വൈസർ. എന്നാലും അൾട്ടിമേറ്റ്ലി അതെൻ്റെ കുഞ്ഞാണ്, അല്ലേ? മറ്റുള്ളവർ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ എംപറർ കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് മറ്റുള്ളവരെ കൺട്രോൾ, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഞാൻ ചെയ്തിരുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്ക്. ആ കൺട്രോള് എംപറർ വിട്ടുകളയുകയാണ്.
കാരണം മുമ്പോട്ട് പോകുന്തോറും അനുഭവങ്ങൾ എംപററെ പല കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എംപററിന് മനസ്സിലായി, എംപറർ ഇപ്പോൾ ഞാൻ കുറച്ച് ഡോമിനേറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാദർ ഫിഗർ ആണ് എംപറർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അഡ്വൈസ്. പക്ഷേ ആ എനർജിക്ക് ഒരു വ്യത്യാസം വരുന്നുണ്ട്. കാരണം എന്താ, നിങ്ങൾ ഇതിലേക്ക് കംപ്ലീറ്റഡ് ആയിട്ട് സക്സസ്ഫുൾ ആണ്. സക്സസ്ഫുൾ ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇതിന് രാജാവായി കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ ചില സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത ആൾക്കാർ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ഒരു ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കുറച്ച് കൺട്രോളിങ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ അതാണ് നടക്കുന്നത് കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. കിങ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 6 ഓഫ് സ്വേർഡ്സും മൂവിങ് ഓൺ എംപററുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു എംപറർ എന്ന് പറഞ്ഞാൽ ഒരു ഫാദർ ഫിഗർ. അപ്പം നിങ്ങൾ അങ്ങോട്ട് എത്തണം. ഇപ്പം നിങ്ങൾ ഭയങ്കര വീക്കാണ്, ഇപ്പം നിങ്ങളുടെ എനർജിയിൽ വീക്കാണ്. അപ്പം നിങ്ങൾ അതിനെ തരണം ചെയ്യാനുള്ള കാര്യം ഇതിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് ഞാനൊരു ചക്രവർത്തിയായിട്ട് മാറണം, എല്ലാവർക്കും തണലായിട്ട് മാറണം. ഇതൊരു തണൽ വൃക്ഷം പോലെയാണ് ചക്രവർത്തി, കണ്ടോ? ഒരു വൃക്ഷമാണ്, ഇതിന് തണല് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു ചക്രവർത്തിയായിട്ട് മാറണം, എൻ്റെ ഈ ക്യാരക്ടർ മാറണം, എൻ്റെ വീക്ക്നെസ് മാറണം, എൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോഴത്തെ എനർജി മാറണം, എനിക്ക് നല്ലൊരു ആളായിട്ട് മാറണം, എല്ലാ കാര്യത്തിലും എല്ലാ ഇടപെടലുകളിലും എൻ്റെ കാര്യങ്ങളിൽ സക്സസ് ആവണമെങ്കിൽ ഞാൻ നല്ലൊരാളായിട്ട് മാറണമെന്ന് ഈ എനർജിക്ക് ഒരു അവയർനെസ് വരുന്നുണ്ട്. ഇത് ഒരു സൈക്കിളാണ്. എന്ന് വെച്ചാൽ ഓരോ ഫേസസ് ആണ് ലൈഫിൻ്റെ. ഒരേപോലെ എല്ലാവരും ഒരിക്കലും ഇരിക്കില്ല, മനസ്സിലായോ? ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, അറിവുണ്ടാവും. നമ്മുടെ ഉള്ളിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം, നമ്മളുടെ നെഗറ്റീവ് സ്വഭാവങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. ഒരിക്കലും നമ്മളുടെ സ്വഭാവങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറേസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഹിപ്നോട്ടിസം ചെയ്തിട്ട് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയാലായി, നമ്മൾക്കായിട്ട് നമ്മൾ നാച്ചുറൽ ഇതിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തൊക്കെയായാലും നമ്മളുടെ ഉള്ളിലുള്ള സ്വഭാവം അവിടെ കിടക്കും. കാരണം ദൈവം അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്. പക്ഷേ നമ്മൾക്കത് മാറ്റണം, അല്ലെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യണം എന്ന് വെച്ചാൽ യെസ്, അത് പോസിബിളാണ്. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പേഴ്സൺ ഈ ഉള്ളിലുള്ള ശരിക്കുള്ള ഈ എനർജിയെ, കാരണം സക്സസ് വരണമെങ്കിൽ എനർജിയെ കൺട്രോൾ ചെയ്തേ പറ്റൂ. നെഗറ്റീവ് എനർജീസിനെ നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അതിന് തുനിയാൻ പോവുകയാണ്. അതാണ് ഇപ്പോൾ കറണ്ട് എനർജി, അതിൻ്റെ പുറകെയാണ് ഈ പേഴ്സൺ. ഇനി ഇവിടെ 7 ഓഫ് കപ്സ് റിവേഴ്സ് വന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ്? ഡിസപ്പോയിൻമെൻ്റ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇത് തുടങ്ങിയപ്പോൾ ഇത് നിങ്ങൾ വിശദമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന വളരെ പാഷനറ്റ് ആയിട്ട് സക്സസ് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ ഹാർഡ് വർക്ക് ചെയ്ത് പോകാനായിട്ടുള്ള തുടക്കമാണ്, അതിനെക്കുറിച്ച് അറിയാം. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് വന്നു. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഏതാണ് അത് നിങ്ങൾ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നിങ്ങൾ പല ഓപ്ഷനും ചെയ്ത് നോക്കിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഞാനും പല തരം കാര്യങ്ങൾ ചെയ്തു നോക്കി, പല സ്ഥലത്ത് വർക്ക് ചെയ്തു. എൻ്റേതായിട്ടുള്ള എനിക്കിഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ വന്നെത്തിയേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളും പല സിറ്റുവേഷൻ നോക്കി, പലയിടത്തും ഡിസപ്പോയിൻമെൻ്റ് ആണ് വന്നത് നിങ്ങൾക്ക്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എന്താ ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിന്. അത് ചക്രം കറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് പറ്റിയ കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വരും, ഈ സമയം മാറും. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് വന്നപ്പോൾ ആ കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറുകയാണ്. അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. കാരണം നിങ്ങൾ ഒരെണ്ണത്തിൻ്റെ പുറകെ ഓടി, അത് കിട്ടുന്നില്ല, ഇപ്പുറത്ത് ഓടി, അത് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് സറണ്ടർ ചെയ്തു. ഓക്കെ, ഞാൻ എല്ലാം ട്രൈ ചെയ്ത്, ഒന്നും ആവുന്നില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും. അതാണ് ഇപ്പോൾ സിറ്റുവേഷൻ. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എന്താണെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി തേർഡ് ചൂസ് ചെയ്തവരുടെ ഇത് എംപറർ റിവേഴ്സ് ആണ്. കുറച്ചൊരു എന്താ പറയുക, നമ്മുടെ ഒരു എന്താ പറയുക, ഡെമോക്രസി അല്ല, ഡിക്റ്റേറ്റർഷിപ്പ് വരും. നമ്മൾ ഡെമോക്രസിയാണ് ഇവിടെ എന്ന് വെച്ചാൽ എല്ലാവരുടെ അഭിപ്രായം കേട്ട് ഓക്കെ എല്ലാവരും പറയുന്നത് അഡ്വൈസ് ഒക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആള് പെട്ടെന്നൊരു ഡിക്റ്റേറ്ററായിട്ട് മാറുകയാണ്. ഇല്ല, ഇനി ഞാൻ തീരുമാനിക്കാം എന്നൊരു ചിന്ത. ഇപ്പോൾ അതാണ് എനർജി വന്നേക്കുന്നത്. അപ്പോൾ ആ എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, ഇവിടുത്തെ ആൾക്കാർ, മൂന്നാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാർ. അപ്പോൾ ഫൈനലി എന്താണ് ഉണ്ടായത്?
നിങ്ങളൊന്ന് ഇപ്പോൾ ഈ 7 ഓഫ് വോൺസ് എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മറ്റുള്ളവരെ എതിര് പറയുന്നു. മനസ്സിലായി? എൻ്റെ കമ്പനി, ഞാൻ തുടങ്ങിയ കമ്പനി, ഞാനാണ് ഇവിടുത്തെ വലിയ ആൾ, ഞാനാണ് തീരുമാനം എടുക്കുക നിങ്ങൾ പറയുമ്പോൾ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ വലിയ കമ്പനി ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെറുതായാലും വലുതായാലും നിങ്ങളുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ തൊട്ടിട്ടാണ് നമ്മളുടെ വലിയ കമ്പനികളിൽ നടക്കുന്ന നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യം. ഒരു കല്യാണത്തിന് പോകണം, ഒരു ഗിഫ്റ്റ് മേടിക്കണം, ഏത് സ്കൂളിൽ പഠിക്കണം, ഇതെല്ലാം നമ്മളുടെ വീട്ടിൽ ചെറിയ ഇതിലായിട്ട് നടക്കുന്നുണ്ട്, മൈക്രോ ആയിട്ട്. അതാണ് മാക്രോ ആകുമ്പോഴാണ് വലിയ ലോകത്ത് രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ. മനസ്സിലാവണ്ടോ? ഒരു ലോക്സഭ രാജ്യസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് നമ്മളെ വീടുകളിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എതിർപ്പുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. മനസ്സിലായി? നിങ്ങൾ ഇങ്ങനത്തെ ഒരു എനർജി ആയതുകൊണ്ട്, ഡിക്റ്റേറ്റർഷിപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറേ എതിർപ്പുകൾ വരുന്നുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ തരണം ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മറ്റുള്ളവർ തുല്യമായ കോൺട്രിബ്യൂഷൻ പറ്റില്ല. കാരണം നിങ്ങളാണ് മെയിൻ ആളിവിടെ. അപ്പോൾ നിങ്ങളുടെ വില നിങ്ങളുടെ കയ്യിലാണ്. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങുക പഴയ പോലെ. അപ്പോൾ ഈ 6 ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ആണ് കാണിക്കുന്നത്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരുടേതായ കോൺട്രിബ്യൂഷൻ ഇതിനകത്തേക്ക് വരിക. ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, എല്ലാവരുടെയും കൂടെ കോൺട്രിബ്യൂഷൻ വേണം എന്നാണ്. പക്ഷെ നിങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ല, ഇപ്പോൾ 60% സ്റ്റോക്ക് എൻ്റെ കയ്യിലാണെങ്കിൽ കമ്പനിയുടെ ഇത് എൻ്റെ കയ്യിലാണ്. അതേസമയം വേറൊരാൾക്ക് അത്രയും സ്റ്റോക്ക് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഫാമിലിയിലാണ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സിന് എല്ലാവരും അവർ കുറച്ച് നേരം ഇവിടെ വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഏകാധിപത്യം അല്ലേ കഴിഞ്ഞു, കമ്പനിയിലെ അവരുടെ അടുത്തേക്ക് പോകും. അപ്പം ഞാൻ അതിനെ റെസിസ്റ്റ് ചെയ്യാണ്. ഇല്ല, പറ്റില്ല, ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട്. മനസ്സിലാണ്? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് ഇവിടെ പോകുന്നത്. സക്സസ്ഫുൾ ആയ ആളുകളാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. എന്ത് ആക്ഷൻ ആയിരിക്കണം നിങ്ങൾ 3 ഗ്രൂപ്പ് ഓഫ് ആളുകൾ എടുക്കേണ്ടത് ഇനി? അതാണ് നമ്മൾ ടാരോനോട് ചോദിക്കാൻ പോകുന്നത്. ഓൾറെഡി ഇവിടെ വന്നു. 2 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ 2 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ലെസർ ഓഫ്. അപ്പോൾ രണ്ടും ഇപ്പം നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ രണ്ടും കൊള്ളില്ലായിരിക്കും ഓപ്ഷൻ. പക്ഷെ അതിൽ കുറവ് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന എന്ത് ഓപ്ഷനാണ് ആ ഓപ്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ 2 ശത്രുക്കളുണ്ട് നിങ്ങൾക്ക്, മനസ്സിലായി? പക്ഷേ അതിലൊരാളെ നിങ്ങൾ മിത്രമാക്കണം. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഈ ആൾക്കാണ് എന്നെ കൂടുതൽ ഉപദ്രവിക്കാനുള്ള കപ്പാസിറ്റി. നിങ്ങളുടെ ഒരു ചോയ്സാണ്, നിങ്ങൾക്ക് വേറെ വഴിയില്ല. ഇതിൽ ആരെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്ത് പറ്റുള്ളൂ. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളെ കൂടുതൽ ഉപദ്രവിക്കാൻ പറ്റുമോ, അതോ ഈ പേഴ്സണാണ് കൂടുതൽ ഉപദ്രവിക്കാൻ പറ്റുക? അതാണ് നിങ്ങൾ കൂടെ നിന്ന് കുതികാല് വെട്ടുന്നത് കൂടുതൽ ആരായിരിക്കും? അപ്പോൾ അയാളെ മിത്രമാക്കുക. മനസ്സിലായോ? എന്ന് വെച്ചാൽ അസൂയ കൊണ്ടിട്ടാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ ഇയാൾക്കും ഇതിനകത്തേക്ക് ഒരു ലെസർ ഓഫ് ദ 2 ഈവൽസ് എന്ന് വെച്ചാൽ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആളെ നമ്മളുടെ ഇതിലേക്ക് ചേർക്കണം എന്നാണ് പറയുന്നത്. രണ്ടും ചീത്ത സ്വഭാവമുള്ള ആൾക്കാർ. പക്ഷെ ഇതിൽ കുറച്ച് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയില്ലേ, അങ്ങനെ ആളെ എടുക്കണം. അതാണ് 2 ഓഫ് സ്വേർഡ്സ് വരുന്നത്. ഇനി ഇവിടെ രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്ക് ഉള്ള എന്താണ് നെക്സ്റ്റ് ആക്ഷൻ, എന്താണ് വേണ്ടത്? അപ്പോൾ 7 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ഇവിടെ 7 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്തിരുന്ന ഒരാളാണ് ഇവിടെ. ഒരു എനർജിയാണ്, ഞാനത് പറഞ്ഞുതരാം. 7 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ തുറന്നു പറയുക. ഇങ്ങനെയൊക്കെ അബദ്ധമൊക്കെ പറ്റി, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് കാര്യങ്ങൾ, മനസ്സിലായോ? ആ ഒരു സിറ്റുവേഷനാണ് 7 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് വരുമ്പോൾ. സത്യം മറച്ചു വെച്ചിട്ട് അത് തുറന്ന് പറയുക. പിന്നെ ഇവിടെ റിലേഷൻഷിപ്പ് ആണോ ഒന്നും ഞാൻ നോക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാം എന്താ സിറ്റുവേഷൻ, അതുപോലെ എടുക്കുക കേട്ടോ. ഫൈനലി ഉള്ളവർക്ക് മൂൺ കാർഡാണ്. മൂണും കുറേ ഇല്യൂഷൻസ് ആണ്. നമ്മൾ കുറേ ഇങ്ങനെ വിശ്വസിച്ച് വെക്കുകയാണ്, അങ്ങനെയാണ് ലോകം, ഇങ്ങനെയാണ്, ഞാനാണ് ഇവിടെ വലിയ ആൾ, ഇങ്ങനെയൊക്കെ ഒരു കാര്യം. അപ്പോൾ അത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ കുറേ സീക്രട്സ് ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇല്യൂഷൻ, മിസ്റ്ററി. പിന്നെ ഈ മൂന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു സാഡ്നെസ് ആണ്. നമ്മൾ ഈ എന്താ പറയുക, ഏകാധിപതികളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? സ്വേച്ഛാധിപതി എന്നൊക്കെ പറയും നമ്മളല്ലേ. അവർ അത്രയും വലിയ ഹൈറ്റിലിരിക്കുമ്പോൾ അവർക്ക് ആരോടും ഡിസ്കസ് ചെയ്യാനില്ല, മനസ്സിലാവുണ്ടോ? ഞാനാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആരോടും ഡിസ്കസ് ചെയ്യാനും, എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്യും അല്ലേ. എനിക്ക് സങ്കടം വന്നാൽ ആരോടും പറയാനില്ല. എനിക്കൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ എനിക്ക് ആരോടും പറയാൻ പേടിയാണല്ലോ, അവരത് മുതലെടുക്കുമോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനോട് വരുന്നുണ്ട്. അത് നമുക്ക് കാണാം. അപ്പോൾ 2 ഓഫ് സ്വേർഡ്സ് റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. 8 ഓഫ് കപ്സും പിന്നെ 3 ഓഫ് സ്വേർഡ്സും.
ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവാനുള്ള അപ്പോൾ ഒരു ചോയ്സ് എടുത്തേ പറ്റുള്ളൂ നിങ്ങളുടെ സിറ്റുവേഷനിൽ. നിങ്ങൾ മുമ്പോട്ട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഈ സിറ്റുവേഷനിൽ നിന്ന് പോകണമെന്ന്. അപ്പം നിങ്ങൾ ഇവിടെ ഹാപ്പി അല്ല, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, എന്നിട്ടും നിങ്ങൾ അവിടെ സ്റ്റക്കായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കണം? ഒരു ഡിസിഷൻ എടുക്കണം. നിങ്ങളിങ്ങനെ അവിടെ ഇട്ട് തട്ടി ഇവിടെ ഇട്ട് തട്ടി നിന്നിട്ട് കാര്യമില്ല. നിങ്ങളൊരു ഫൈനലായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. പക്ഷേ ഇത് വലിയൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കും, മനസ്സിലായോ? വലിയൊരു ഹാർട്ട് ബ്രേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക്. പക്ഷേ എന്നാലും നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേ പറ്റുള്ളൂ എന്നാണ് കാർഡ്സ് പറയുന്നത്. അത് ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ നെക്സ്റ്റ് ആക്ഷനാണ് പറയുന്നത് കേട്ടോ. ഡിസംബറിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണിത്. ഇപ്പം തൊട്ട് ഇന്ന് തൊട്ട് ഡിസംബർ 31-നുള്ളിലാണ് നിങ്ങളുടെ സമയം. അപ്പോൾ ഇനി 7 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് വന്നേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കണം. നിങ്ങൾ കാര്യങ്ങൾ തുറന്ന് പറയണം. നിങ്ങൾക്ക് ഡിസംബർ 31, 2024 വരെ സമയമുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ അതിന് മുമ്പ് പറഞ്ഞാലെങ്കിൽ അത് മുമ്പേ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ചേഞ്ചസ് ഉണ്ടാവും. അത് പറയുന്ന വരെ ചേഞ്ചസ് ഉണ്ടാവില്ല. അവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾ സറണ്ടർ ചെയ്തു, മനസ്സിലായി? നിങ്ങൾ കാര്യങ്ങൾ നടത്താൻ പറ്റും. പക്ഷെ നിങ്ങൾ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം, എല്ലാം ക്ലിയർ ആക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിലപ്പോൾ നിരപരാധിത്വം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അത് തെളിയിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആക്ഷൻ ഒന്നും എടുക്കും. നിങ്ങൾ റെസ്റ്റ് എടുക്കണം. നിങ്ങളിപ്പോൾ സറണ്ടർ ചെയ്തല്ലോ. യൂണിവേഴ്സ് ഡിവൈൻ ടൈമിങ്ങിൽ, ഇപ്പോൾ ഡിവൈൻ ടൈമിംഗ് പറയുന്നുണ്ട്, ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ സറണ്ടർ ചെയ്തു. കാരണം നിങ്ങൾ കുറേ ട്രൈ ചെയ്തിട്ട് എന്തൊക്കെയോ ഏതാണ് എനിക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ആ ഡിവൈൻ ടൈമിങ്ങിനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ആക്ഷൻ എടുക്കാത്തത്. ചിലപ്പോൾ ചില കുട്ടികൾ 30 വയസ്സായവന് ജോലി ആയിട്ടില്ല. കാരണം അവൻ കുറേ കാര്യങ്ങളുടെ പുറകെ ഓടിയിട്ടുണ്ട്, അവനൊന്നും സക്സസ്ഫുൾ ആവുന്നില്ല. അപ്പോൾ അവൻ വിചാരിക്കുന്നത് അവൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയായിരിക്കും. ചിലപ്പോൾ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും, ദൈവമേ എനിക്കൊരു വഴി കാണിച്ചു തരണേ. എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്, ഞാൻ പലതും ട്രൈ ചെയ്ത് ഒന്നും ശരിയാവുന്നില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ റെസ്റ്റ് എടുക്കുന്ന ഒരാളാണ്. പക്ഷേ അവൻ്റെ ഉള്ളിലുള്ള പാഷൻ അവനെപ്പോഴും പൈസ വേണം. ഓക്കെ, അവന് പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ആരോടും തുറന്ന് പറയുന്നില്ല. അവനക്ക് ഇവിടെ തുടങ്ങാനായിട്ട് ചിലപ്പോൾ ക്യാപിറ്റലിൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാലേ നമുക്കൊരു കാര്യം തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ദൈവം ഇവിടെ ഡിവൈൻ ടൈമിങ്ങിന് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാം ദൈവമായിട്ട് കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ അവനൊരു റെസ്റ്റിങ്ങിലാണ്. ആരോടും ചോദിക്കാൻ പോകുന്നില്ല, സഹായം അഭ്യർത്ഥിക്കുന്നില്ല. എല്ലാം ഉള്ളിലൊതുക്കി ഒരു എനർജി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയാം എന്താണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് വേണ്ട ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ വരണം ഡിവൈൻ ടൈമിങ്ങിൽ. അപ്പോൾ പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, പണം സ്വരൂപിക്കുന്നുമുണ്ട്, കിട്ടുന്ന പൈസ എല്ലാം ചേർത്ത് വെക്കുന്നുണ്ട്. പക്ഷെ അത് മതിയാവുമോയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ സഹായം അഭ്യർത്ഥിക്കാം എന്നും ഒരു കാര്യമുണ്ട് ഇവിടെ, മനസ്സിലായി? നമ്മൾ കാലത്തെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പറയാനുള്ളൊരു മടി. കാലത്തെ എൻ്റെ അടുത്ത് മീൻസ് പൈസ ഞാൻ അത് ചെയ്തു വരാമെന്ന് പറഞ്ഞ പൈസ വന്നിട്ടില്ല, അതുകൊണ്ട് കാലത്തൊന്നും കഴിക്കാൻ പറ്റില്ല, പട്ടിണിയാണ് എന്ന് നമ്മളുടെ മനസ്സിലുള്ളത് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല. അത് ഈഗോ അല്ലേ? അവരെന്ത് വിചാരിക്കും? ആ ഒരു ഈഗോ ഒക്കെ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ കൊട്ടുന്ന പൈസയല്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു എനർജിയാണിത്. വളരെ ആഗ്രഹങ്ങളുള്ള, വളരെ ഗോളുകളുള്ള, ദൈവവിശ്വാസം നല്ലോണമുള്ള ഒരു എനർജിയാണ്. കുറച്ച് ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. വളരെ വെയിറ്റിംഗ് പീരീഡ് ആണ്. ഇപ്പോൾ 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ പൈസയുടെ കുറവുണ്ട്. അപ്പോൾ പൈസ സ്വരൂപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലവുകൾ ചുരുക്കുന്നു. എല്ലാ കാര്യങ്ങളും ചുരുക്കി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾ. പല സ്ഥലത്തും ഫ്രണ്ട്സ് വിളിച്ചാൽ കല്യാണങ്ങൾക്ക് പോകുന്നില്ല, വീഡിയോ ആലോചിച്ച്, കാരണം പൈസ അങ്ങോട്ട് ഇറക്കണം, അത് വയ്യ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ. പൈസ സ്വരൂപിച്ചുകൊണ്ടിരിക്കുക, റെസ്റ്റിങ്ങിലാണ്. അപ്പോൾ ഇത് പക്ഷേ ആരോടും പറയുന്നില്ല ഈ പാർട്ടി, മനസ്സിലായി? ഇത് ഈഗോ വെച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഡിവൈൻ ടൈമിങ്, നല്ലൊരു സമയം വരുന്നുണ്ട് ഇവിടെ. ഒരു ഫോർച്യൂൺ, ഗുഡ് ഫോർച്യൂൺ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഡിസംബർ 31, 2024 നടക്കണം ഇതെല്ലാം കേട്ടോ. അപ്പോൾ ഇത് അശ്വതി നാളുകാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഒന്നുകൂടെ പറഞ്ഞാണ്, ഓർപ്പിച്ചാണ്. മൂൺ എന്തുകൊണ്ടാണ് ഇവിടെ സക്സസ് ആയ ആളുകളുടെ ലൈഫിലാണ് ഈ മൂൺ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ മൂൺ എന്താണ് ഇവിടെ വന്നേക്കുന്നത്? ഡെവൽ എനർജി, സ്ട്രെങ്ത്. അപ്പോൾ ഇതൊരു ഷാഡോ എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ നമ്മൾ ഒരു ആധിപത്യമുള്ള ഒരാളുടെ ഉള്ളിൽ പല നാടകങ്ങൾ നടക്കും, പല കാര്യങ്ങളും നടക്കും.
അവൻ അങ്ങനെ എന്നോട് പറഞ്ഞു, അവനെ പിരിച്ചു വിട്ടാലോ അല്ലേ, അങ്ങനെയുള്ള ചിന്ത. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിരിച്ചു വിട്ടാൽ അവൻ്റെ കുടുംബം അനാഥമാവില്ലേ, ജോലി ഉണ്ടാവില്ല, പട്ടിണിയാവില്ലേ, ആ ഒരു ചിന്ത. അപ്പോൾ ഇവിടെ നമ്മളുടെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. കാരണം ഇവിടെ കുറച്ച് ഈഗോ വന്നതുകൊണ്ടാണത്, എംപറർ റിവേഴ്സ് വന്നതുകൊണ്ടാണ്. ഇവിടെ ഡെവൽ എനർജി എന്ന് പറഞ്ഞാൽ ടെംപ്റ്റേഷൻ, ഒബ്സെഷൻ, ഈ ഒരു പവറിനോടുള്ളൊരു ഒബ്സെഷനാണ് ഇവിടെ കാണിക്കുന്നത്, മനസ്സിലായി? അപ്പോൾ അത് കൺട്രോൾ ചെയ്യണം. പവർ ഭയങ്കര, നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മളുടെ ഇന്ത്യൻ പ്രസിഡന്റ്, ഇപ്പം നമ്മളുടെ ഇവിടെ പ്രൈം മിനിസ്റ്റർ ആണല്ലോ, ഇന്ത്യൻ പ്രസിഡന്റ് അല്ല, അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നായിരിക്കാം. വളരെ നല്ല മനസ്സുള്ള ആ ഒരു ആള്, നല്ല സ്വഭാവമുള്ള ഒരാൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് കയറുക, ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ കൺട്രോളിൽ വെക്കാൻ പറ്റുന്നത്. അമേരിക്ക ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ എല്ലാവരും അത് കേൾക്കും. അത്രയും പവറിലേക്ക് നമ്മൾ വരുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് അഹങ്കാരവും കുറച്ചൊരു ക്രൂരതയും നമ്മളുടെ മനസ്സിലേക്ക് വരും. അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ഒരു കമ്പനിയുടെ ഓണർ, മനസ്സിലായി? എപ്പോഴും അയാൾക്ക് നല്ലതായിരിക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊക്കെ ഒരു അഹങ്കാരം അയാളുടെ മനസ്സിലേക്ക് വരും. അപ്പം അങ്ങനത്തെ ഒരു ഒബ്സസീവായിട്ടുള്ള വരികയാണ് അഹങ്കാരം. ഒബ്സസീവായിട്ടുള്ളൊരു എനർജി പല ക്രൂരതകൾ ചെയ്യാനും പലരെ മാനിപ്പുലേറ്റ് ചെയ്യാനും, സ്വന്തം കാര്യം ഇനിയും കമ്പനി മുകളിലേക്ക് പോകണം, അപ്പോൾ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്താലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ മറ്റുള്ളവരെ പറ്റിക്കുക, കുറച്ച് കള്ളത്തരം ചെയ്യുക, കുറച്ച് സ്മഗ്ലിങ്, കുറച്ച് മറ്റേ അത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എനിക്ക് പൈസ കിട്ടും, മനസ്സിലായി? നെക്സ്റ്റ് ആക്ഷനാണ് നിങ്ങൾ എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ആക്ഷൻ്റെയാണ് കാര്യം പറയുന്നത്. അപ്പോൾ പക്ഷേ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് മനസ്സിൽ, ചെയ്യരുത്. അതുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്ത് വരുന്നത്. നിങ്ങളുടെ ഇങ്ങനെയുള്ള എനർജീസിനെ കൺട്രോൾ ചെയ്യുക, വളരെയധികം കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയാവും, അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ ക്രൂരതകൾക്കും നിങ്ങളുടെ ഓവർ അംബീഷനും നിങ്ങളുടെ ചീത്ത വിചാരങ്ങൾക്കെല്ലാം ഒരു കടിഞ്ഞാണിടാനായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യണം. സ്ട്രെങ്ത് നിങ്ങൾ കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ക്രൂരമായിട്ട് പെരുമാറാതെ സോഫ്റ്റായിട്ട് സംസാരിച്ച് ദയോടെയും കനിവോടും പെരുമാറുക. അതങ്ങനെയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെവൽ എനർജിയെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കുക. എല്ലാത്തിലും നിങ്ങൾ എക്സ്ട്രീമിലേക്ക് പോകാൻ നോക്കുന്നുണ്ട്, അതൊരു കൺട്രോളിലാക്കി വെക്കണമെന്നാണ് അശ്വതി നാളുകാരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് അശ്വതി നാളുകാരുടെ റീഡിങ്. കുറച്ച് പേർക്കെങ്കിലും ഇതിൽ നിന്നൊരു ക്ലാരിറ്റി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നാളെ അശ്വതി ഭരണിയാണ് നാളെ. അപ്പോൾ നാളെ ഭരണി നാളുകാരുടെ റീഡിങ്ങുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ സോഡിയാക് സൈൻസ് സ്ട്രോങ് ആയിട്ടുള്ളവരെ പറയാം. ലിയോ ഉണ്ട് ഇവിടെ, കാപ്രിക്കോൺ ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ഏരീസ് ഉണ്ട്, ഏരീസ് പിന്നെയും വന്നു, ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപിയോ, ജെമിനി, അക്വാരിയസ്, സാജിറ്റേറിയസ്, ഇത്രയുമാണ് സോഡിയാക് സൈൻ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്ങിൽ വന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നാളെ ഭരണി നാളുകാരുടെ റീഡിങ്ങുമായിട്ട്, ടാരോ റീഡിങ്ങുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ദൈവം തരാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റീഡിംഗ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ.